കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ ടീച്ചർ. നമ്മളിന്ന് ഹയർ സെക്കൻഡറി മലയാളത്തിലെ +2 മലയാളത്തിലെ ദർപ്പണം എന്ന യൂണിറ്റാണ് ചർച്ച ചെയ്യുന്നത്. ഈ ദർപ്പണത്തിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാഹിത്യ അടക്കമുള്ള കലകളിൽ ഹാസ്യത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ ആവിഷ്കൃതമാവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അധ്യായങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഈ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം യാത്രാനുഭവങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഹാസ്യവും യാത്രാനുഭവങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു യൂണിറ്റാണ് ഈ ദർപ്പണം, 3ാമത്തെ യൂണിറ്റ്. ഇതിൽ നമ്മൾ ഈ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ ഈ കുഞ്ചൻ നമ്പ്യാരുടെ ശീലാവതി ചരിതത്തിലെ കൊള്ളിവാക്കല്ലാതൊന്നും എന്ന ഭാഗവും, പിന്നെ ഗ്രേസിയുടെ ഒരു കഥ ഗൗളി ജന്മം എന്ന കഥയും, പിന്നെ ചെറിയാൻ കെ ചെറിയാൻ്റെ തേങ്ങ എന്ന കവിതയും, പിന്നെ 2 യാത്രാ വിവരണങ്ങൾ SK പൊറ്റേക്കാടിൻ്റെ ബദരിയും പരിസരങ്ങളും, MP വീരേന്ദ്രകുമാറിൻ്റെ യമുനോത്രിയുടെ ഊഷ്മളതയിൽ എന്നീ രചനകളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശ്രീ അയ്യപ്പ പണിക്കരുടെ മോഷണം എന്നൊരു കവിതയുണ്ട്. ഹാസ്യമാണ് അതിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഹാസ്യത്തിലൂടെ ഹാസ്യത്തിലൂടെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ് കവി അയ്യപ്പ പണിക്കർ. അപ്പോൾ നമുക്ക് ആദ്യം അയ്യപ്പ പണിക്കരെ ഒന്ന് പരിചയപ്പെടാം. മലയാള കവിതയിലെ ആധുനികതാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കവികളിൽ പ്രമുഖനാണ് ശ്രീ അയ്യപ്പ പണിക്കർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതയാണ് കുരുക്ഷേത്രം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കവിത കുരുക്ഷേത്രം. ഈ കുരുക്ഷേത്രം എന്ന കവിത മലയാള കവിതയിലെ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച കവി ആയി കണക്കാക്കാൻ കാരണം ഈ കുരുക്ഷേത്രം എന്ന കവിതയിലൂടെയാണ് അങ്ങനെ അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അത് ഓർക്കുക. മലയാള കവിതയിൽ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച കവിത ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതാനുള്ളത് എന്താണ്? അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ, അയ്യപ്പ പണിക്കരുടെ കൃതികൾ, അയ്യപ്പ പണിക്കരുടെ ലേഖനങ്ങൾ, ഇതൊക്കെയാണ് പ്രധാന കൃതികൾ. അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങളൊക്കെ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മോഷണം എന്ന കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രീ അയ്യപ്പ പണിക്കർ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. കവിത കേട്ടോളൂ. വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ, താൻ കള്ളനെന്നു വിളിച്ചില്ലേ. അപ്പം എന്താ പറഞ്ഞത്? വെറൊരു മോഷ്ടാവായ എന്നെ നിങ്ങളെല്ലാവരും ചേർന്ന് കള്ളൻ എന്നാണല്ലോ വിളിച്ചത്. അതെന്തിനാണെന്നാണ് ചോദ്യം. ഇനി ഇതെന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ കള്ളൻ മോഷ്ടാവായത് എന്ന് നമ്മുടെ നായകൻ പറയണ ശ്രദ്ധിക്കുക. തുണി മോഷ്ടിച്ചത് കാണുന്നവരുടെ നാണം കാക്കാനായിരുന്നല്ലോ, അവരുടെ നാണം കാക്കാനായിരുന്നല്ലോ. അപ്പോൾ തുണി മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? നാണം കാക്കാനായിരുന്നു, കാണുന്നവരുടെ നാണം കാക്കാനായിരുന്നു എന്നാണ്. ഇനി കോഴിയെ മോഷ്ടിച്ചെങ്കിലതെ അത് പൊരിച്ചു തിന്നാനായിരുന്നല്ലോ, എനിക്ക് പൊരിച്ചു തിന്നാനായിരുന്നല്ലോ. കോഴിയെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? പൊരിച്ചു തിന്നാനായിരുന്നു, അത് അദ്ദേഹത്തിന് പൊരിച്ചു തിന്നാൻ വേണ്ടിയിട്ടായിരുന്നു. പശുവിനെ മോഷ്ടിച്ചെങ്കിലത് എനിക്ക് പാല് കുടിക്കാനായിരുന്നല്ലോ, എനിക്ക് പശുവിൻ പാല് കുടിക്കാനായിരുന്നല്ലോ. അപ്പോൾ കോഴിയെ മോഷ്ടിച്ചത് പൊരിച്ചു തിന്നാനായിരുന്നു, പാല് കുടിക്കാൻ വേണ്ടിയിട്ടാണ് പശുവിനെ മോഷ്ടിച്ചത് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അടുത്ത ന്യായം നോക്കൂ എന്താണെന്ന്. കോഴി ഇറച്ചിയും പശുവിൻ പാലും വൈദ്യൻ പോലും വിലക്കിയില്ലല്ലോ, എൻ്റെ വൈദ്യൻ പോലും വിലക്കിയില്ലല്ലോ. അപ്പോൾ ഈ കോഴി ഇറച്ചിയും പശുവിൻ പാലും ഒന്നും കഴിക്കരുതെന്ന് വൈദ്യൻ വിലക്കിയിട്ടില്ല. അപ്പോൾ വൈദ്യൻ വിലക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോഴിയെ മോഷ്ടിച്ചു പൊരിച്ച് തിന്നാൻ വേണ്ടിയിട്ട്, പശുവിനെ മോഷ്ടിച്ചു എന്തിന്? പാല് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്താ പറയണത്? നല്ലതു വല്ലോ മോഷ്ടിച്ചാലുടനെ അവനെ വെറുതെ കള്ളനാക്കും നിങ്ങളുടെ ചട്ടം മാറ്റുക. വെറുതെ എന്താണ്? വെറുതെ കള്ളനാക്കണം അവനെ. വെറുതെ എന്താണ് പറയണത്? നല്ലത് വല്ലോ മോഷ്ടിച്ചാൽ ഉടനെ അവനെ വെറുതെ കള്ളനാക്കും നിങ്ങളുടെ ചട്ടം മാറ്റുക. മാറ്റുക ചട്ടങ്ങളെ അവ മാറ്റും നിങ്ങളെ അല്ലെങ്കിൽ. ഇത് ആശാന്റെ ദുരവസ്ഥ എന്നുള്ള ഖണ്ഡകാവ്യത്തിലെ വരികളാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ എന്ന
പിന്നെ കുമാരനാശാന്റെ ആ വരികളെയാണ് ഇവിടെ ഉപയോഗിച്ചത്. എന്താ അത് കുറച്ചൊന്ന് മാറ്റി പറഞ്ഞതാ. മാറ്റുക ചട്ടങ്ങളെ, അവ മാറ്റും നിങ്ങളെ അല്ലെങ്കിൽ. നിങ്ങൾ ആ ചട്ടം, നിങ്ങളിങ്ങനെ വെറുതെ ചെറിയ കാര്യങ്ങളൊക്കെ മോഷിക്കുന്നവരെ കള്ളനാക്കുന്ന ആ ചട്ടം മാറ്റുക, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളെ മാറ്റും എന്നാണ് കവി പറയുന്നത്. അപ്പം ഇതിൽ എന്താണ് ഇതിൻ്റെ ഈ കവിതയിലൂടെ കവി ഉദ്ദേശിച്ചത് എന്താണ്? അപ്പം എന്താ അവസാനം പറയുന്നത് എന്താ വെച്ചാൽ, നല്ലത് വല്ലതും മോഷ്ടിച്ചാൽ നല്ലത് അല്ലേ, നല്ലത് വല്ലതും മോഷ്ടിച്ചാൽ ഉടനെ കള്ളനാക്കും നിങ്ങളുടെ ചട്ടം മാറ്റുക എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മോഷ്ടിച്ചവരെ കള്ളൻ എന്ന മുദ്ര കുത്തുകയും അവരെ എന്ത് ചെയ്യുകയാണ്, ശിക്ഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ നടപടികളെ മാറ്റുക എന്നാണ്. എന്ന് വെച്ചാൽ വലിയ വലിയ കള്ളന്മാർ, ധാരാളം കാര്യങ്ങൾ കള്ളത്തരങ്ങളൊക്കെ ചെയ്തു പോരുന്നവർ ഒന്നിലും പെടാതെ മാന്യന്മാരെ നടക്കുകയും ചെറിയ കളവുകൾ നടത്തുന്നവർ കള്ളന്മാരെ മാറുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ ചട്ടം മാറ്റുക എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ഈ കവിത പോകുന്നത്. ആക്ഷേപഹാസ്യമാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചിരിക്കു പിന്നിൽ ചിന്തയുണ്ടല്ലോ, ഈ കവിത ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം. അപ്പോൾ ഇതൊരു ചിരി പടർത്തുന്നുണ്ട്, ഒപ്പം തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. ഇതാണ് നമ്മുടെ ഈ ദർപ്പണം എന്ന ദർപ്പണം എന്ന അധ്യായത്തിലെ പ്രവേശക കവിത അയ്യപ്പ പണിക്കരുടെ. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ കുഞ്ചൻ നമ്പ്യാരുടെ കൊള്ളിവാക്കല്ലാതൊന്നും എന്ന കവിതയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ ഈ കൊള്ളിവാക്കല്ലാതൊന്നും എന്ന കവിത ശീലാവതി ചരിതത്തിലുള്ളതാണ്. കുഞ്ചൻ നമ്പ്യാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച്. മലയാളത്തിൻ്റെ പൊട്ടിച്ചിരി എന്നാണ് തുള്ളൽ കവിതകൾ അറിയപ്പെടുന്നത്. അതുപോലെ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. അതുമാത്രമല്ല കുഞ്ചൻ നമ്പ്യാരുടെ ഈ തുള്ളൽ എന്തെല്ലാം 3 രീതിയിലുണ്ട്: ഓട്ടൻ തുള്ളൽ, ശീതങ്ങൻ തുള്ളൽ, പറയൻ തുള്ളൽ. അപ്പോൾ തുള്ളൽ പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ എഴുതണം. അതുമാത്രമല്ല ഓരോ എക്സാമിനും ഉപന്യാസ രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന ഭാഗത്തിന് വേണ്ടിയിട്ട് എഴുത്തുകാരുടെ കാര്യങ്ങളും കുറച്ച് ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ നോക്കാം, നമുക്ക് കുഞ്ചൻ നമ്പ്യാരെ പരിചയപ്പെടാം. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്ത് ജനിച്ചു. ഫലിത പരിഹാസങ്ങളുടെ ചാട്ടവാറുകൊണ്ട് തൻ്റെ കാലത്തെ സമൂഹത്തെയും അധികാരത്തെയും തല്ലിയ ജനകീയ കവി. തുള്ളൽ എന്ന ദൃശ്യകലയുടെ പ്രതിഷ്ഠാപകനായി അദ്ദേഹം കലാ ആസ്വാദനത്തെ സാധാരണ ജനങ്ങളിൽ എത്തിച്ചു, സാമാന്യ ജനങ്ങളിൽ എത്തിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ പുരാണ കഥകളെ കേരളീയ പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കുന്നവയാണ് നമ്പ്യാരുടെ കൃതികൾ. ഓട്ടൻ, ശീതങ്കൻ, പറയൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്നീ 3 വിഭാഗങ്ങളിൽ അദ്ദേഹം തുള്ളൽ കൃതികൾ രചിച്ചിട്ടുണ്ട്. നളചരിതം, സന്താനഗോപാലം, സെമന്തകം, ഘോഷയാത്ര, കിരാതം ഈ തുള്ളൽ കൃതികളെല്ലാം ഓട്ടൻ തുള്ളൽ വിഭാഗത്തിൽ വരുന്നു. പിന്നെ കല്യാണ സൗഗന്ധികം, ഗണപതി പ്രാതൽ ഇത് ശീതങ്കൻ തുള്ളൽ എന്ന വിഭാഗത്തിലാണ് വരുന്നത്. ത്രിപുര ദഹനം, സഭാപ്രവേശം, പാഞ്ചാലി സ്വയംവരം എന്നിവയാണ് പറയൻ തുള്ളൽ എന്ന വിഭാഗത്തിൽ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കൃതികളെല്ലാം ആണ് കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാനപ്പെട്ട തുള്ളൽ കൃതികൾ. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് മനസ്സിലായി. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ കവിത, നമുക്ക് പഠിക്കാനുള്ള കവിത ഒന്ന് നോക്കാം. എന്താണ് കവിതയുടെ പേര്? കൊള്ളിവാക്കല്ലാതൊന്നും. എന്താ കൊള്ളിവാക്ക് എന്ന് പറഞ്ഞ അർത്ഥം? കൊള്ളിവാക്ക് എന്ന് പറഞ്ഞാൽ മുള്ളുവാക്ക് എന്ന് വെച്ചാൽ കേൾക്കുന്നവർ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന, മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് കൊള്ളിവാക്കുകൾ അഥവാ മുള്ളുവാക്കുകൾ. അപ്പോൾ ഇത് കവിതയിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ലേഖനത്തിൽ വായിച്ചൊരു കാര്യമാണ് പറയുന്നത്. എന്താ അറിയോ? നാരാജശല്യം ദേഹത്തിങ്കൽ നിന്നെടുത്തിടാം, ക്രൂരവാത്സല്യമെടുക്കും ചികിത്സകനില്ല എന്നാണ് പറയണത്. ഒരു കവിവാക്യം എന്ന് വെച്ചാൽ നാരാജശല്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും തട്ടി മുറിഞ്ഞു കഴിഞ്ഞാൽ ആ മുറിവ് നമുക്ക് ദേഹത്ത് കുറച്ച് കഴിഞ്ഞാൽ മാറും. എന്നാൽ ക്രൂരവാത്സല്യമെടുക്കും ചികിത്സകനില്ല എന്നാണ് കവി പറഞ്ഞത്. പക്ഷെ ക്രൂരമായ വാക്കുകൾ നമ്മളുടെ ശരീരത്തിനല്ല മനസ്സിനല്ല മുറിവേൽപ്പിക്കുക. അത് ചികിത്സിച്ചു മാറ്റാൻ ആർക്കും കഴിയില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പം നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് കൊള്ളിവാക്കല്ലാതൊന്നും എന്ന കവിതാഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശീലാവതി ചരിതത്തിൽ. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് ഒരു ആശയം താഴെ ഒരു സൂചന കൊടുത്തിട്ടുണ്ട് കഥയുടെ. നോക്കാം നമുക്ക്. ഭൃഗുവംശത്തിലെ സുതപസ് എന്ന മുനിക്ക്
ജനിച്ച ഉഗ്രതപസ് എന്ന പുത്രൻ വിരൂപനും ക്ഷിപ്രകോപിയും ദുശീലനുമാണ്. വിരൂപൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപഗുണമില്ലാത്തവൻ. പിന്നെന്താ പറഞ്ഞത്? ക്ഷിപ്രകോപി. ക്ഷിപ്രകോപി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കോപം വരുന്നത്, മുൻകോപക്കാരനാണ്. മാത്രമല്ല ദുശീലനുമാണ്, ചീത്ത ശീലങ്ങൾ ഉള്ളവനും ആണ്. അപ്പൊ ക്ഷിപ്രകോപിയും പിന്നെന്താണ്? ദുശീലനും ഒപ്പം തന്നെ വിരൂപനുമായ ഒരാളാണ് ആര്? നമ്മുടെ ഉഗ്രസ്രവസ് എന്ന് പറയുന്നുണ്ട്. ഉഗ്രതപസ് കേട്ടോ, ഉഗ്രതപസ് അഥവാ ഉഗ്രസ്രവസ് എന്ന ഈ മുനി പുത്രൻ. അദ്ദേഹത്തിന്റെ പതിവ്രതയായ ഭാര്യ ശീലാവതി ഭർത്താവിനെ രോഗാവസ്ഥയിൽ എത്ര കണ്ട് ശുശ്രൂഷിച്ചിട്ടും മുനിയുടെ ദുഷിച്ച സ്വഭാവത്തിനും അതുപോലെ രോഗത്തിനും മാറ്റം വരുന്നില്ല. ഭർത്താവിനെ കുറിച്ച് ശീലാവതിയുടെ പരിഭവങ്ങളാണ് പാഠസന്ദർഭം. അപ്പോൾ ശീലാവതിയുടെ ആ പരിഭവങ്ങളാണ് നമ്മൾ കൊള്ളിവാക്കല്ലാതൊന്നും എന്ന ഈ കവിതയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ശീലാവതി പറയുന്നത് നോക്കാം. നല്ല കഷായങ്ങളും നല്ല മുക്കുടികളും എല്ലാം കൊടുക്കുന്നു ഞാൻ എല്ലാ നേരവും ഇപ്പോൾ. ഭർത്താവിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടി നല്ല കഷായവും മുക്കുടി എന്ന് പറഞ്ഞാൽ മോരിൽ കുറച്ച് മരുന്നുകളെല്ലാം ചാലിച്ച് കൊടുക്കുന്ന ഒരു ഔഷധം ആണ് എന്ത്? മുക്കുടി. അപ്പം നല്ല കഷായങ്ങളും നല്ല മുക്കുടികളും എല്ലാം കൊടുക്കുന്നു ഞാൻ എല്ലാ നേരവും ഇപ്പോൾ. സമയാസമയം ഞാൻ എല്ലാ ഔഷധങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. തെല്ലും വിശേഷം കാണുവാനില്ല, എന്നാൽ ഒരു മാറ്റവും കാണുന്നില്ല. ചോറൊരു വറ്റും ചെല്ലുന്നതില്ല. ഇനി ഭക്ഷണമാണെങ്കിൽ ഒന്നും മര്യാദയ്ക്ക് അദ്ദേഹം കഴിക്കുന്നില്ല. രോഗം വെല്ലുന്ന ഔഷധജാലം, ഈ രോഗത്തെ ഔഷധജാലം വെല്ലുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും രോഗം ഔഷധജാലത്താൽ ജയിച്ചല്ലോ എന്ന്. അല്ല, രോഗം മാറിയല്ലോ എന്ന്. അങ്ങനെയല്ല, രോഗം വെല്ലുന്ന ഔഷധജാലം എന്ന് പറഞ്ഞാൽ ഔഷധജാലത്തെ രോഗം ജയിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരിക്കലും ഈ രോഗം മാറുന്നില്ല, ഔഷധജാലത്തിന് രോഗത്തെ മാറ്റാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. രോഗം വെല്ലും ഔഷധജാലം. തെല്ലും നമുക്ക് കഴിവില്ലെന്ന് വന്നു, കാന്തൻ അല്ലും പകലും കഴിവില്ലാതെ വലയുന്നു. അപ്പോൾ അവൾ ചിന്തിക്കുക, തെല്ലും നമുക്ക് കഴിവില്ലെന്നും. തെല്ലും എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും അല്പമെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിയാത്തൊരവസ്ഥയാണ് വന്നിട്ടുള്ളത്. തൻ്റെ കാന്തൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ്, കാന്തൻ അല്ലും പകലും കഴിവില്ലാതെ വലയുന്നു. ഒരു നിവൃത്തിയില്ല, രാവും പകലും എല്ലാം ഒരു സുഖവുമില്ലാതെ വലയുന്ന കാര്യമാണ് അവര് പറയുന്നത്. നില്ലാതെ വിഷമങ്ങൾ വല്ലാതെ വന്നു, നമുക്കെല്ലാം ഓർത്താൽ ആരോട് ചൊല്ലുന്നു ഞാൻ ഈ ക്ലേശം. ഓരോ കാര്യങ്ങളായിട്ട് നില്ലാതെ വിഷമങ്ങൾ എന്ത് ചെയ്യുന്നു? നില്ലാതെ വിഷമങ്ങൾ വല്ലാതെ വന്നു. ഓരോരോ വിഷമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ നമുക്കെല്ലാം ഓർത്താൽ ആരോട് ചൊല്ലുന്നു ഞാൻ ഈ ക്ലേശം. എൻ്റെ ഈ ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ ഞാൻ ആരോട് പറയാനാണ്? ഓരോ വിഷമങ്ങൾ ഇങ്ങനെ വല്ലാത്ത അവസ്ഥ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലങ്ങളിൽ നടന്ന് നെല്ലുമരിയും തെണ്ടി ചൊല്ലുന്ന പോലെ കുത്തി കല്ലു കളഞ്ഞു വെച്ചു. നല്ല ചോറും കറിയും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടും ചെല്ലുന്ന നേരം അങ്ങ് തെല്ലും രുചിയുമില്ല. അപ്പൊ ഇവരുടെ അവസ്ഥ എന്താ നോക്കൂ. ഇല്ലങ്ങളിൽ നടന്ന് നെല്ലും അരിയും തെണ്ടി ചൊല്ലുന്ന പോലെ കുത്തി കല്ലു കളഞ്ഞു വെച്ചു. അപ്പോൾ ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തേണ്ടതും ആരാണ്? ഈ ഭാര്യ തന്നെയാണ് അല്ലേ? ഇല്ലങ്ങളിൽ ചെന്ന് എന്ത് ചെയ്യുന്ന? തെണ്ടി ഇരന്ന് കിട്ടിയ നെല്ലും അരിയും എല്ലാം കൊണ്ടുവന്ന് വൃത്തിയാക്കി ചോറും കറികളും എല്ലാം ഉണ്ടാക്കി ചെല്ലുന്ന നേരം അങ്ങ് തെല്ലും രുചിയുമില്ല. അത് ആ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് ചെല്ലുമ്പോൾ അതിനൊന്നും തീരെ രുചിയില്ല എന്നാണ് ഭർത്താവ് പറയുന്നത്. കൊല്ലുന്നതിനേക്കാളും ശല്യമായിട്ടുള്ളൊരു കൊള്ളിവാക്കല്ലാതൊന്നും ചൊല്ലുകയില്ല അദ്ദേഹം. അപ്പോൾ കൊല്ലുന്നതിനേക്കാൾ ശല്യമായിട്ടുള്ള, അതാണ് പറയാം, ചീത്ത കേൾക്കാനാണ് ബുദ്ധിമുട്ട്, രണ്ടടി കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് പോലെ കൊല്ലുന്നതിനേക്കാളും ശല്യമായിട്ടുള്ളൊരു കൊള്ളിവാക്കല്ലാതൊന്നും ചൊല്ലുകയില്ല അദ്ദേഹം. അപ്പോൾ എപ്പോഴും ഭക്ഷണം ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഭാര്യ ആഹാരമൊക്കെ ആയിട്ട് മുന്നിൽ എത്തി ആഹാരം കൊടുക്കുമ്പോൾ അതൊന്നും രുചിയില്ല, കഴിക്കാനും പറ്റുന്നില്ല. അപ്പോൾ കൊല്ലുന്നതിനേക്കാൾ എന്താണ് ശല്യമായിട്ടുള്ളൊരു കൊള്ളിവാക്കല്ലാതൊന്നും ചൊല്ലുകയില്ല അദ്ദേഹം. എപ്പോഴും കൊള്ളിവാക്കുകളാണ് അദ്ദേഹം തന്നോട് പറയുന്നത്. ഇനി എന്താണ് അദ്ദേഹം പറയുന്നത് എന്നാണ് അടുത്ത ഘട്ടങ്ങളിൽ വരുന്നത്. എന്തൊക്കെയാണ് നോക്കാം. എടുത്തെന്നാൽ അതും കുറ്റം, എടുക്കാഞ്ഞാൽ അതും കുറ്റം.
കൊടുത്തെന്നാൽ അതും കുറ്റം, കൊടുക്കാഞ്ഞാൽ അതും കുറ്റം. എന്തൊക്കെയാ പറഞ്ഞത്? എടുക്കാൻ പറഞ്ഞ എടുത്താൽ അതും കുറ്റം, എടുക്കാഞ്ഞാൽ അതും കുറ്റം. കൊടുത്താലും കുറ്റം, കൊടുത്തില്ലെങ്കിലും കുറ്റം. കൊടുത്തെന്നാൽ അതും കുറ്റം, കൊടുക്കാഞ്ഞാൽ അതും കുറ്റം. അടുത്തെന്നാൽ അതും കുറ്റം, അടുക്കാഞ്ഞാൽ അതും കുറ്റം. അടുത്തു ചെന്നാലും കുറ്റമാണ്, അടുത്തു ചെന്നില്ലെങ്കിലും കുറ്റമാണ്. കുളിച്ചെങ്കിൽ അതും കുറ്റം, കുളിക്കാഞ്ഞാൽ അതും കുറ്റം. കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും ഒക്കെ കുറ്റമാണ്. കുളിച്ചാലും കുറ്റം പറയും, കുളിച്ചില്ലെങ്കിലും കുറ്റം. എന്തൊക്കെയാണത്? പറഞ്ഞെങ്കിൽ അതും കുറ്റം, പറഞ്ഞില്ലെങ്കിൽ അതും കുറ്റം. എന്തെങ്കിലും പറയാന്ന് വിചാരിച്ച് കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതും കുറ്റം, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോഴും കുറ്റം തന്നെ. എരിച്ചെങ്കിൽ അതും കുറ്റം, എരിക്കാഞ്ഞാൽ അതും കുറ്റം. അടുപ്പ് എരിക്കുക എന്നൊക്കെ പറയും, കത്തിക്കാച്ചാലും കത്തിച്ചില്ലെങ്കിലും എല്ലാറ്റിലും കുറ്റമാണ്. കുറവല്ലാതെ നമുക്കൊരു വസ്തു പറവാനില്ല ജനിച്ചേ പിന്നെ. എന്തായാലും കുറവല്ലാത്തൊരു വസ്തു ഞാൻ ഇതുവരെ എൻ്റെ ഈ ജന്മത്തിൽ കേട്ടിട്ടില്ല. അതിന് കാരണം അവർ കണ്ടെത്തെന്താ അറിയോ? മറിമായങ്ങളും അഭിനയവും ഞാൻ അറിയുന്നവളല്ല അച്യുത കൃഷ്ണ. ദൈവത്തെ വിളിച്ചവരാണ്. ഒരു മറിമായവും അഭിനയം വിനയമില്ലാത്ത അവസ്ഥ, അതൊന്നും എനിക്ക് അറിയില്ല. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. ഇതൊന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല. മറിമായങ്ങള്, അതുപോലെ അഭിനയം ഇത്യാദി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അല്ലയോ കൃഷ്ണ, അയ്യോ ദൈവമേ, ഇതൊന്നും എനിക്ക് അറിയില്ല. പിറവിയിലുള്ളൊരു ജാതകദോഷം കുറയല്ലതുകൊണ്ടിങ്ങനെ നമ്മെ കുറവ് പറഞ്ഞു നശിപ്പിക്കുന്നു കുറവറ്റീടിന മുനികുലനാഥൻ എന്നാണ് പറയണത്. അപ്പോൾ അവസാനം ആ കുറ്റം എന്താണെന്നാ പറഞ്ഞത്? എൻ്റെ ജാതകദോഷം കൊണ്ട് തന്നെ ആയിരിക്കാം ഞാനിതെല്ലാം കേൾക്കേണ്ടി വരുന്നത്. കാരണം എന്താ പറയാ, മുനികുലനാഥനായ തൻ്റെ ഭർത്താവ് തന്നെ ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ ജാതകദോഷം തന്നെ ആയിരിക്കാം എന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് ശീലാവതി. ഇപ്പൊ മനസ്സിലായല്ലോ? കൊള്ളിവാക്കല്ലാതൊന്നും എന്നുള്ള ഈ കവിതയിലെ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കവിത ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ഈ ടീച്ചർ പറഞ്ഞ ഈ ആശയങ്ങളൊന്ന് കേൾക്കുക. അപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് നോക്കാം. കാലേ കുളിച്ചാലോ വേശിയാട്ടം, കാലത്തെണീക്കാഞ്ഞാൽ കള്ളനാട്യം, പോവാതിരുന്നാലും അമ്പലത്തിൽ, പോയാലും എപ്പോഴും മറ്റൊരർത്ഥം. ഇത് ഇടശ്ശേരിയുടെ വിവാഹ സമ്മാനം എന്ന കവിതയിലെയാണ്. നല്ലൊരു മനോഹരമായൊരു കവിതയാണ്. ഡിഗ്രി തലത്തിലെ കുട്ടികൾക്ക് ഇത് പഠിക്കാനുണ്ടായിരുന്നു, ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കവിതയിലെ ആശയം എന്താണ്? അതിലെ നായിക പറയാണ്, കാലേ കുളിച്ചാലോ വേശിയാട്ടം. കാലത്ത് എഴുന്നേറ്റ് കുളിച്ചാൽ എന്താണ്? അത് വേശിയാട്ടമാണെന്നും, കാലത്തെണീക്കാഞ്ഞാൽ കള്ളനാട്യം, കാലത്ത് എഴുന്നേറ്റിട്ടില്ലെങ്കിലോ അത് കള്ളനാട്യമാണെന്നും, പോവാതിരുന്നാലും അമ്പലത്തിൽ, പോയാലും എപ്പോഴും മറ്റൊരർത്ഥം. അമ്പലത്തിൽ പോയാലും അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിലും ഓരോ അർത്ഥം വെച്ചിട്ടാണ് തൻ്റെ അമ്മ തന്നെ കുറ്റപ്പെടുത്തുന്നത്. ഇവിടെ അമ്മ തന്നെ കുറ്റപ്പെടുത്തുന്ന കാര്യം മകള് പറയുകയാണ്. അത് ആ കവിത പറയുമ്പോൾ കവിതയെക്കുറിച്ചൊക്കെ മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് അവസ്ഥ. അത് വിവാഹ സമ്മാനം എന്ന കവിതയിലെ വരികളാണ് ഇടശ്ശേരിയുടെ. അപ്പോൾ അതുപോലെ എടുത്തെന്നാൽ അതും കുറ്റം, എടുക്കാഞ്ഞാൽ അതും കുറ്റം. കൊടുത്തെന്നാൽ അതും കുറ്റം, കൊടുക്കാഞ്ഞാൽ അതും കുറ്റം. അടുത്തെന്നാൽ അതും കുറ്റം, അടുക്കാഞ്ഞാൽ അതും കുറ്റം. കുളിച്ചെങ്കിൽ അതും കുറ്റം, കുളിക്കാഞ്ഞാൽ അതും കുറ്റം. അത് കുഞ്ചൻനമ്പ്യാരുടെ ശീലാവതി ചരിതത്തിൽ നിന്നെടുത്തിട്ടുള്ള വരികൾ, ഇപ്പം നമ്മൾ പഠിച്ച വരികൾ. അപ്പം ഈ രണ്ട് കവിതയിലെ വരികൾ തന്നിട്ട് സ്ത്രീയുടെ ജീവിതാവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടോ? കാവ്യഭാഗം അപഗ്രഥിച്ച് സ്വന്തം നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇടശ്ശേരിയുടെ വിവാഹ സമ്മാനം എന്നുള്ള കവിതയിലെ ആശയം ഞാൻ പറഞ്ഞല്ലോ. ആ കവിതയിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റൊരു അവസരത്തിൽ ഞാൻ പറയാം. വിവാഹ സമ്മാനം എന്നുള്ള കവിതയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെ അതൊരു പ്രധാനപ്പെട്ട ചോദ്യം. അതുപോലെ മറ്റൊരു ചോദ്യം, കുറവല്ലാതെ നമുക്കൊരു വസ്തു പറവാനില്ല ജനിച്ചേ പിന്നെ. നമ്പ്യാർ കൃതികളിൽ നിന്ന് ഇതുപോലുള്ള ആക്ഷേപഹാസ്യ പ്രധാനമായ വരികൾ കണ്ടെത്തി വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ നമ്പ്യാരുടെ പല കൃതികൾ വേണം. അപ്പൊ അതില് നമ്മളിപ്പോ പഠിച്ചതിലെ കുറവല്ലാതെ നമുക്കൊരു വസ്തു പറവാനില്ല ജനിച്ചേ പിന്നെ, ഇതുപോലെ പലതുണ്ട്. പല ചൊല്ലുകളൊക്കെ വെച്ചിട്ട് അദ്ദേഹം ധാരാളം കവിതകളിൽ കവിത രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകളിൽ പലതരം ചൊല്ലുകൾ എന്നുവെച്ചാൽ, കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പ് ശമിപ്പതുണ്ടോ എന്ന് വെച്ചാൽ എന്താണ്, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, അങ്ങനെ പലതും. 1000 വർഷം കുഴലിരുന്നൊരു നായുടെ വാല് വളഞ്ഞേ തീരും.
1000 വർഷം കൊള്ളിലിട്ടാലും നായുടെ വാലെന്താവും പുറത്തെടുക്കുമ്പോൾ വളഞ്ഞിട്ടായിരിക്കും എന്ന് വെച്ചാൽ ഇതൊക്കെ മനുഷ്യരുടെ ചൊട്ടയിലെ ശീലം ചുടൽ വരെ ഈ ഇങ്ങനെയുള്ള ചൊല്ലുകളെല്ലാം ഉപയോഗിച്ച് അദ്ദേഹം ധാരാളം അദ്ദേഹത്തിന്റെ കൃതികൾ കാണാം. അപ്പോൾ അത്തരത്തിലുള്ള ആക്ഷേപഹാസ്യ പ്രധാനമായ വരികൾ കണ്ടെത്തി വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് ഒരു ചോദ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇടശ്ശേരിയുടെ ആ വിവാഹ സമ്മാനം എന്നുള്ള കവിതയിലെ ആശയങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒരവസരത്തിൽ പറഞ്ഞുതരാം. നമുക്ക് നമ്മൾ പഠിച്ച ഈ കവിതയിലെ ആശയം ഒന്ന് നോക്കാം. ഏത്? ശീലാവതി ചരിതത്തിലെ കൊള്ളിവാക്കല്ലാതെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഒരു സംക്ഷിപ്ത രൂപം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഭൃഗുവംശത്തിലെ അത്രി മഹർഷിക്ക് ജനിച്ച ഉഗ്രസ്രവസ് എന്ന പുത്രൻ വിരൂപനും ക്ഷിപ്രകോപിയും ദുശ്ശീലനുമായിരുന്നു. നമ്മൾ കണ്ടു. കുഷ്ഠരോഗബാധിതനായ അദ്ദേഹത്തിന്റെ പതിവ്രതയായ ഭാര്യ ശീലാവതി ഭർത്താവിന്റെ രോഗാവസ്ഥയിൽ എത്ര തന്നെ ശുശ്രൂഷിച്ചിട്ടും മുനിയുടെ ദുഷിച്ച സ്വഭാവത്തിനും രോഗത്തിനും മാറ്റമുണ്ടായില്ല. ഭർത്താവിനെ കുറിച്ച് ശീലാവതിയുടെ പരിഭവങ്ങളാണ് നമ്മളെ പാഠസന്ദർഭത്തിൽ കണ്ടത്. അപ്പോൾ ഇവിടെ എന്താണത്? ഒരു പതിവ്രതയായ ഭാര്യയാണ് ശീലാവതി. ശീലാവതിയുടെ കാര്യങ്ങളൊക്കെ കുറേ പുരാണങ്ങൾ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ശീലാവതി ചരിതമൊക്കെ വായിച്ച് നിൽക്കത് പിടികിട്ടും. അല്ലെങ്കിൽ അമ്മമാരോടൊക്കെ ചോദിച്ചു നോക്കുക ശീലാവതിയുടെ കാര്യങ്ങൾ. അപ്പോൾ ഭർത്താവിന് വേണ്ടി ഭർത്താവ് പറയുന്ന എവിടെ വരെ വേണമെങ്കിലും കൊണ്ടെത്തിക്കാൻ അവൾ തയ്യാറായിരുന്നു. ഒരു ഭാര്യയുടെ സഹനശേഷിയെ ശരിക്കും പരീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം. കൂട്ടത്തിൽ ഇടശ്ശേരിയുടെ വിവാഹ സമ്മാനം എന്ന കവിതയെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം പിന്നീട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ കവിത നന്നായിട്ട് വായിച്ച് ഈ ആശയങ്ങളൊക്കെ കേട്ട് നന്നായിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും മറക്കാതെ ഈ ചാനൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.